സ്നേഹത്തിന്റെ ജീവിക്കുന്ന അടയാളമാണ് ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 3:16 എന്തെന്നാൽ അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകി. തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ജെറുസലേം നഗരത്തിലെ ഒരാളുടെ ഭാര്യ പ്രസവിക്കാൻ നേരമായപ്പോൾ തണുപ്പ് മാറ്റാനായി അദ്ദേഹം കൽക്കരിയും അന്വേഷിച്ച് നാട് മുഴുവൻ നടന്നു. അദ്ദേഹം ഒരു ആട്ടിടയൻ്റെ മുമ്പിലെത്തി. അദ്ദേഹം ആ ആട്ടിനോട് ചോദിച്ചു, എനിക്ക് ഇച്ചിരി കൽക്കരി തരാമോ? ആട്ടിടയൻ പറഞ്ഞു, എനിക്ക് തരാൻ കഴിയുമില്ല. നീ ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ എൻ്റെ നായ്ക്കൾ നിന്നെ കടിച്ചു കീറും. ഇത് കേട്ടിട്ടും സ്വന്തം ഭാര്യയുടെയും മകൻ്റെയും അവസ്ഥ കണ്ടിട്ടും അദ്ദേഹം ആ ആട്ടിനോട് അപേക്ഷിച്ചു. ആട്ടിടയൻ്റെ നായ്ക്കൾക്ക് പോലും അദ്ദേഹത്തെ സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇത് കണ്ട് ആട്ടിടയൻ അത്ഭുതപ്പെട്ടു. ആട്ടിടയൻ പറഞ്ഞു, നീ ഈ ചൂടുള്ള കൽക്കരി വാരിയെടുത്തോ. ഇത് കേട്ട് അദ്ദേഹം ആ ചൂടുള്ള കൽക്കരി വാരിയെടുത്തു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കൈകൾ പൊള്ളുന്നില്ലായിരുന്നു. വാരിയെടുത്ത കരിയുമായി അദ്ദേഹം സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക് പോയി. കൂടെ ആട്ടിടയനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗുഹയിലേക്ക് കയറിപ്പോകുന്നത് ആട്ടിടയൻ കണ്ടു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കടന്നിരുന്നത്. സ്നേഹിക്കാൻ വേണ്ടി എന്തും കാണിക്കുന്ന ചങ്കൂറ്റമാണ് യേശുപിതാവിലൂടെ ഈ കഥ നമ്മൾ കാണുന്നത്. പരിശുദ്ധ സ്നേഹം മാൻമറിഞ്ഞു വന്ന ഈ കാലത്തും സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമെന്ന് ഓടുന്നു ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.